നമ്മൾ എല്ലാവരും പലതരത്തിലും കറി ഉണ്ടാക്കാറുണ്ട്. പല പ്രാവശ്യം ഉണ്ടാക്കണം, പല ടേസ്റ്റുകൾ ചിലപ്പോൾ ഒക്കെ കിട്ടാറുമുണ്ട്. അതേപോലെ എനിക്ക് കിട്ടിയ ഒരു അടിപൊളി ടേസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. നമ്മുടെ മത്തങ്ങയാണ് ഇന്നത്തെ കറി. മത്തങ്ങ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എൻ്റെ കയ്യിൽ ഉണക്കത്തേങ്ങ ആയതുകൊണ്ടാണ് ഞാനിത് നേരത്തെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മത്തങ്ങയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാവോ, എപ്പോഴും ഒരേപോലത്തെ കറി കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് കുറച്ചൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമ്മുടെ കറികൾക്ക് ടേസ്റ്റൊക്കെ കൂട്ടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലെത്തുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയായ നിങ്ങൾക്കും കൂടി ഞാൻ ആ റെസിപ്പി ഷെയർ ചെയ്ത് തരണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ന്യായം. അതിന് വേണ്ടിയിട്ടാണ് ഈ മത്തങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതും കൂടിയാണ്. അങ്ങനെ മത്തങ്ങ എടുത്ത് നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇത്രയും മൂത്ത മത്തങ്ങയാണെങ്കിൽ ബെസ്റ്റാണ്. ഇതിലും താഴെ മൂപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ടേസ്റ്റ് കൂടുതൽ ഈ ഒരു പരുവത്തിലുള്ള മത്തങ്ങയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മത്തങ്ങ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അതിനകത്തോട്ട് 2 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്, അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സവോളയുടെ ആവശ്യം. അങ്ങനെ മുറിച്ചെടുത്ത മത്തങ്ങയൊക്കെ ഒന്ന് കഴുകി വാരി നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ കുക്കറിനകത്ത് അടിക്കാം, അതല്ല എങ്കിൽ ഇതുപോലെ പാത്രത്തിൽ വേവിക്കാം. ഞാനിവിടെ പാത്രത്തിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ചെയ്യാട്ടോ. ഒന്നുകിൽ പാത്രത്തിൽ വേവിക്കാം, അല്ലെങ്കിൽ കുക്കറിനകത്ത് വേവിക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ആയി പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കാം. മൂടി വെക്കുന്നതാണ് പെട്ടെന്ന് വേവാനായിട്ട് എളുപ്പം. അങ്ങനെ മൂടിയൊക്കെ വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിനകത്തോട്ടുള്ള നമ്മുടെ അരപ്പ് റെഡിയാക്കുന്നത്. അരപ്പിനകത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കറിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന തേങ്ങ ഒന്ന് ജാറിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ തേങ്ങ എടുത്ത് ഇതൊന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പിടി തേങ്ങ എടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും. ഇതുപോലെ ഇത്രയും തേങ്ങ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കി തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ടു, അതിനകത്തോട്ട് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂണ് കടുകും കൂടി ഒന്ന് ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ഒന്നും ആവേണ്ട, ഒരുവിധം ഒതുങ്ങി ഒരു മീഡിയം അരയിൽ മതിയാവും. അത്രയും അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മത്തങ്ങ വേകുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ മത്തങ്ങ വെന്ത് ഉടയുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പം മത്തങ്ങ ഇതുവരെ ഒന്ന് വെന്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കുത്തി നോക്കുന്നത് വെന്തോ എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ ഏറെക്കുറെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു കളറിന് കുറവ് തോന്നിയതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെന്ത് ഉടഞ്ഞ മത്തങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഇനി നമുക്ക് ഉപ്പിടണം. അതേപോലെ തന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം എൻ്റെ കറിക്ക് കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു, അതൊന്ന് കുറച്ച് വറ്റണം. അപ്പോൾ അത്രയും ടൈമും കൂടി നമുക്ക് അതിന് കൊടുക്കണം. തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, മീഡിയം ഫ്ലെയിമിലോട്ടൊന്നും ഞാൻ ആക്കിയിട്ടില്ല. അപ്പം നല്ലപോലെ തിളച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുക്, 2 വറ്റൽമുളക്, അതേപോലെ തന്നെ കുറച്ച് സവോള അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. സവോളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതാണ് ഇതിന് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് വറുത്ത് ഇട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ തേങ്ങ ഈ കറി കൂട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടുക് അരച്ചതിൻ്റെയും അതേപോലെ തന്നെ കടുക് പൊട്ടിച്ചതിൻ്റെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പം ഈ കറി നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.